guys, I'm Roshni and welcome back to my channel. So in this video, I will videos, my content, I will Malayalam in English. So my friends asked me to do it in English. So I'm a good girl and I'm listening to my friends. So that's why. So in this video, I would be reviewing about new Colorbar mirror magic stuff, and this is how this looks like. Before going on to the review, I would like to give a big shout out to Fiji agencies and for my cousin for helping me out to choose this background, and either name it's the Fiji agencies. So if you don't know, it's in Thrissur. Thrissur Fiji agencies like it is known for craft items. So yeah, so and a friend Angelina, it's her store. So I asked her whether you have these kinds of stuffs at your store. So I get about 3 ദൂരം പോണ്ടല്ലോ, like എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് is like അരമണിക്കൂറുണ്ട്. അപ്പോൾ അത്രയും ദൂരം പോയിട്ട് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ വെറുതെ പെട്രോൾ കത്തിച്ച് പോകണമെങ്കിൽ കാര്യമില്ലല്ലോ. സോ അപ്പോൾ ഞാൻ I asked her, and moreover ബേബീനെ വിട്ടിട്ട് പോകണം. അപ്പോൾ അവളെയും വിട്ടിട്ട് ലാസ്റ്റ് പോയിട്ട് ഈ സംഭവം കിട്ടിയില്ലെങ്കിൽ ആകെ നിരാശയാവും. So I asked her whether you have this, and she was like, and she told me that she have it in her store. So ഞാൻ പോയി and I picked അപ്പോൾ അവിടെ എത്തിയപ്പോൾ I was really confused. ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിരുന്നില്ല. Like I was hoping to get like full flowers ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം ആരെങ്കിലും അതായത് കണ്ടിട്ടില്ലേ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കുറേ കാണാറില്ലേ, എന്താ പറയുക, ബാക്കിൽ ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ഒരു ഫോട്ടോ ബൂത്ത് ഒക്കെ ഉള്ളത്, ഇങ്ങനെ നല്ല ഭംഗിയിലേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സംഭവം. അതുപോലത്തെ നല്ല പേസ്റ്റൽ ഫ്ലവേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലവർ മാറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. But I didn't get it. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, ലൈക്ക് വാട്ട് ഷുഡ് ഐ ഗെറ്റ്, ആയി കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ കസിനെ വിളിച്ചു, ആൻഡ് ഷീ വാസ് ക്ലാസ്സിൻ്റെ ഇടയിലായിരുന്നു, ആൻഡ് ഷീ വാസ് ലൈക്ക് ഹലോ വാസ് ലൈക്ക് എമർജൻസി. സോ ഷീ വാസ് ലൈക്ക് എടാ ഞാൻ ഇപ്പം തന്നെ സംസാരിക്കണോ, ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിലാടാ അത്. എടാ പെറ്റില്ലടാ, നീ എങ്ങനെയെങ്കിലും സംസാരിച്ചത്, നീ വേണമെങ്കിൽ അതെന്ന് എന്താ പറയുക, അത് ബ്ലാക്ക് ഔട്ട് ആക്കി വെക്കി, സ്ക്രീൻ കട്ടി എന്തെങ്കിലും ചെയ്യും. ബട്ട് ഐ റിയലി നീഡ് യുവർ ഹെൽപ്പ്. ആൻഡ് ഷീ വാസ് ലൈക്ക് ഓക്കെ, ആൻഡ് ഷീ വാസ് ലൈക്ക് എന്താടാ, അപ്പോൾ ഐ വാസ് ലൈക്ക് ഡാ ഐ നീഡ് യുവർ ഹെൽപ്പ്. അപ്പോൾ എന്താ ലൈക്ക് ഐ എം റിയലി കൺഫ്യൂസ്ഡ്, ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ലൈക്ക് you go for pastel colors and it's more subtle and it's good looking, it's pleasing to your eyes, and അങ്ങനത്തെ കുറേ സ്റ്റെപ്സ് ഒക്കെ അവൾ പറഞ്ഞു. ആൻഡ് I was like okay, അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ അവിടെ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല, ബട്ട് I did some photography. പക്ഷേ ഞാൻ മേടിക്കുന്ന സാധനത്തിൻ്റെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ സംഭവം ഈ ഫ്ലവേഴ്സും ഒക്കെ കാണിച്ചു കൊടുത്തു. ആൻഡ് ഷീ വാസ് ലൈക്ക് this is going to turn out really good. So and ഈ ഫ്ലവേഴ്സിൻ്റെ മാറ്റമൊക്കെ സെപ്പറേറ്റ് ആണ്. സോ ഈ ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസ് ആയിരുന്നു, ഇതൊരു ബഞ്ച് അങ്ങനെ കുറേ ഓക്കെ. ഇത്തിരി കൂടി ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഫെയർ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ആ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല. And I'm very sad about that. So a big shout out to my Fiji agencies, my cousin who helped me out, and my friend Angelina for hooking me this up. And let's get on to the video. So today I'm gonna review about the Colorbar magic mirror set. This is how this looks like. Magic mirror എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. Okay, this is really good because ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മെറ്റൽ ക്രോം ഫിനിഷ് ഒക്കെ കിട്ടണമെങ്കിൽ cost around 2000 I guess, 1500 I guess. So for 600 you'll get all these stuff like ida glitter, this one's the top coat,
and you have 2 applicators. This one's so small. Look at that, guys. Okay, and 2 applicators ഉണ്ട്. And this one's the top coat. ഇതിൽ എഴുതിയിട്ടുണ്ട് മിറർ മാജിക് ടോപ്പ് കോട്ട് എന്ന്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ യൂസ് അതർ കൈൻഡ്സ് ഓഫ് ലൈക്ക് നമ്മുടെ പ്ലെയിൻ നെയിൽ ലാക്കർ ഇല്ലേ, അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ ഹാവൻ ട്രൈഡ് ദാറ്റ്. ബട്ട് ഐ ടെൽ യു വൺ തിങ്, ഏത് നെയിൽ പോളിഷിൻ്റെ അടിയിലും ഇത് ഇടാൻ പറ്റില്ല. പ്ലെയിൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് റബ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ മെറ്റാലിക് നെയിൽ പോളിഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേലൊന്നും ഇട്ടിട്ട് ഈ പൊടി റബ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ഐ ഹവ് ട്രൈഡ് ആൻഡ് ഫെയിൽഡ് എപ്പിക്കലി. അതുപോലെ തന്നെ മാറ്റ് നെയിൽ പോളിഷസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇട്ടിട്ടും റബ് ചെയ്യാമെന്ന് വിചാരിക്കണ്ട, ഇത് നടക്കില്ല. Now enough of the blah blah and let's get on to the tutorial. And when you open this, you'll receive an instruction letter like this, and you'll receive this glitter and the top coat and 2 applicators. ഞാൻ ഓൾറെഡി ബ്ലാക്ക് നെയിൽ പോളിഷ് അടിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലോട്ട് നമ്മൾ ഈ ഗ്ലിറ്ററിൻ്റെ ഈ പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ വിൽ ഓപ്പൺ ഇറ്റ് വെരി കെയർഫുള്ളി ആൻഡ് യു ക്യാൻ സീ ഹൗ ഫൈൻ ഡസ്റ്റ് ഇറ്റ് ഈസ്. വെരി ഫൈൻ ഡസ്റ്റ്. സോ ഈ പരിപാടി തുടങ്ങുന്നതിനെക്കാട്ട് മുന്നേ ഐ വുഡ് റെക്കമെൻഡ് പ്ലേസിങ് എ പേപ്പർ അണ്ടർനീത്ത് യുവർ ഹാൻഡ്. എക്സസ് പൗഡർ വരണത് നമുക്ക് ഇതിലേക്ക് തിരിച്ചിടാം. സോ നോ വേസ്റ്റേജ് അറ്റ് ഓൾ. ഇത്രയും പൗഡർ എടുത്തിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ടാപ്പ് ഓഫ് ദ എക്സസ്. ഇതും എക്സസിനുള്ളത് കുറേ കാണുന്നുണ്ടല്ലോ നമുക്ക്, അത് ഇങ്ങനെ തട്ടി തട്ടി കളയണം. എക്സസ് ടാപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വി ഹാവ് ടു അപ്ലൈ എ ടോപ്പ് കോട്ട് ദാറ്റ് കംസ് വിത്ത് ദിസ് കിറ്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഞാൻ ടോപ്പ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 minutes നമ്മൾ വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആവാൻ. അതിനുശേഷം നമുക്ക് പോയിട്ട് ഹാൻഡ് വാഷ് കൊണ്ട് നമുക്ക് കഴുകി കളയാം. ലൈക്ക് ദിസ് എക്സസ് പൗഡർ ഒന്ന് നമുക്ക് കഴുകി കളയാം. ഇതിൽ ആസിറ്റോൺ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്കത് കളയാം കേട്ടോ. പക്ഷേ ഞാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞെന്നുള്ളൂ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ആർ ഓൾ സെറ്റ് ടു ഗോ. എന്നിട്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് കാലമായി. ആദ്യ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഹൈറ്റപ്പ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ക്രോം നെയിൽസ്. നെയിലാട്ടമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര. ഇത് വന്നിട്ട് സിൽവർ കളറിലാണ്. കളർബാറിന് വേറെ കളറൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ആമസോണിലൊക്കെ കണ്ടു കുറേ സാധനങ്ങൾ. ബട്ട് ഐ വാസന്റ് ഷുവർ ഇഫ് ഇറ്റ്സ് വർത്ത് ദ പ്രൈസ്. അത് എത്ര 900 ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഏതോ ഒരു ബ്രാൻഡിൻ്റെ. ബട്ട് അപ്പോൾ ഐ വാസന്റ് ഷുവർ ഇഫ് ഐ ഷുഡ് ഗെറ്റ് ദാറ്റ്. അപ്പം ഞാൻ നൈക്കയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഈ സംഭവം വന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഐ ആം ഗോയിങ് ഫോർ ഇറ്റ്. ലൈക്ക് there's no turning back. ആൻഡ് ഇത് ഞാൻ മേടിച്ചു. വീട്ടിലെത്തി ഐ ട്രൈഡ് ഇറ്റ്. സോ മെസ്സിയാണ്. അതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രോസൊക്കെ പറയുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ എന്താ പറയുക, ഭംഗിയുണ്ട്. ഓക്കെ, കോൺസ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ലൈക്ക് ഇത് ഒരു ദിവസം നിൽക്കുള്ളൂ. ദിസ് സംഭവം ഇത് ഒരു ദിവസം നിൽക്കുള്ളൂ. ലൈക്ക് ലിറ്ററലി ഒരു ദിവസം. ഒന്ന് കഴുകി എന്താ പറയുക, കഴുകി വരുമ്പോഴേക്കും ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും.
ലൈക്ക് ഐ ഷോ യു. നോക്കി, ഇത് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ വെച്ച് ചെയ്തതാണ്. ലിറ്ററലി വീഡിയോയിലൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ ചെയ്ത് വന്നിട്ട് ഇന്ന് രാവിലെയൊക്കെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം തന്നെ എല്ലാം പോയി. ലൈക്ക് നമ്മൾ വല്ല കല്യാണത്തിനൊക്കെയാണ് അല്ലെങ്കിൽ വല്ല പരിപാടികൾക്ക് പോകണമെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദിസ് ഇസ് റിയലി എ വേസ്റ്റ് ഓഫ് മണി. പക്ഷേ 2000 രൂപ സ്പെൻഡ് ചെയ്യാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇതിൽ ഷുവറായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് കുറച്ചധികം നാൾ ഓടും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പൗഡറൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അപ്ലൈ ചെയ്യണ സമയത്ത് ഇത്തിരി മതി, അത് നല്ലോണം റബ്ബ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ലൈക്ക് യു ഷുഡ് ബി അപ്ലൈയിങ് എ വെരി ഫ്രഷ് ലെയർ ഓഫ് നെയിൽ പോളിഷ് എന്നൊക്കെ. ഫ്രഷ് ലെയർ ഓഫ് നെയിൽ പോളിഷൊക്കെ അടിച്ചിട്ട് അത് ഉണങ്ങി 2 കൊട്ടടിക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി അത് ഇതൊക്കെ റബ്ബ് ചെയ്ത് ടോപ്പ് കോട്ടൊക്കെ അടിച്ച് വരുമ്പോഴേക്കും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം പോവും. അതെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഉണങ്ങട്ടെ, എന്നാലേ അല്ലെങ്കിൽ റബ്ബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെയിൽ പോളിഷും ഈ സംഭവമൊക്കെ കൂടെ കുളവാകും. അതിനോട് ഭേദം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തലേദിവസം ലൈക്ക് ഇതിടാന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ദിവസം ഞാൻ ആദ്യം തന്നെ 2 ലെയർ ബ്ലാക്ക് നെയിൽ പോളിഷ് അടിക്കും. ഇതിൽ ബ്ലാക്ക് നെയിൽ പോളിഷ് അടിക്കാനാണ് പറഞ്ഞിരുന്നത്. സോ ഐ അപ്ലൈ ബ്ലാക്ക് നെയിൽ പോളിഷ് 2 കൊട്ടടിക്കും. അതിന് ശേഷം ഈ പൗഡർ എടുത്തിട്ട് റബ്ബ് ചെയ്തൊക്കെ സെറ്റായിരിക്കും. അതാണ് ഞാൻ ചെയ്യാറ്. ആൻഡ് ദിസ് വൺ റീറ്റെയിൽസ് ഫോർ 650 റുപ്പീസാണ് ഈ സംഭവത്തിന്. ലൈക്ക് 2000 സ്പെൻഡ് ചെയ്യണേക്കാട്ടും നല്ലതാണല്ലോ എന്തുകൊണ്ടും 650 രൂപയുടെ സംഭവം മേടിക്കുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ ലവ്ഡ് ദിസ് വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയി ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഞാൻ താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു കുഡ് ആസ്ക് എനിത്തിങ്, യു കുഡ് DM me. So that's it about the review. I hope you all love this video. If you like this video, give the big thumbs up and do share my video. And so until then, take care. Bye bye. Stay safe.